കുടുംബനാഥന്മാരെ നമ്മുടെ മനസ്സിൽ അലയടിക്കേണ്ട ഒരു ചോദ്യമാണ്. നാളെ എൻ്റെ റബ്ബ് എന്നോട് എന്റെ ഉത്തരവാദിത്തത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കുടുംബത്തെക്കുറിച്ച് ചോദിച്ചാൽ എനിക്ക് എന്ത് മറുപടി പറയാനുണ്ടാകും? ആ ചോദ്യം കടന്ന് എനിക്ക് സ്വർഗത്തിലേക്ക് എത്താൻ കഴിയുമോ എന്ന് ആത്മാർത്ഥമായിക്കൊണ്ട് ചിന്തിക്കണം. എന്നാൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നിടത്താണ് ആ വിചാരണ നമുക്ക് എളുപ്പമാവുക. ഒരു കുടുംബനാഥൻ ആ കുടുംബത്തെ കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. ഒരു കപ്പൽ ഓടിക്കുന്ന ഒരു കപ്പിത്താൻ അദ്ദേഹം ശ്രദ്ധിക്കണല്ലോ ചില കാര്യങ്ങൾ, എങ്കിലാണല്ലോ ആ കപ്പൽ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുക. അദ്ദേഹം ഒന്നും അറിയാതെ അതങ്ങെടുത്ത് ഓടിക്കുകയാണെങ്കിലോ അതെവിടെയും എത്തൂല എന്നതാണ് യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ കുടുംബമാകുന്ന ഒരു കപ്പലിനെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കപ്പിത്താനാണ് യഥാർത്ഥത്തിൽ കുടുംബനാഥൻ എന്ന് പറയുന്നതെങ്കിൽ ആ കുടുംബനാഥൻ ശ്രദ്ധിക്കേണ്ട വളരെ ഗൗരവപ്പെട്ട ചില 10ഓളം ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ആ 10ഉം ശരിയാവണ്ണം ഉൾക്കൊള്ളുമ്പോഴും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ റഹ്മാനായ റബ്ബിന്റെ കോടതിയിൽ രക്ഷപ്പെടാൻ കഴിയുള്ളൂ. ഒന്നാമത്തെ ബാധ്യത എന്താണെന്നറിയോ? കുടുംബത്തിന് വിശ്വാസ രംഗത്ത് അവർ ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊരു കുടുംബനാഥന് ഉറപ്പുവരുത്തണം. അതാരാ പറഞ്ഞത്? റഹ്മാനായ റബ്ബ് പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. അല്ലാഹ് നിങ്ങളെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം എന്താ? വിശ്വാസികളെ, നിങ്ങൾ നിങ്ങളെ തടി മാത്രമല്ല കേട്ടോ, നിങ്ങളെ തടിയെ മാത്രമല്ല രക്ഷപ്പെടുത്തേണ്ടത്, നിങ്ങളെ കുടുംബക്കാരുടെ തടിയും കൂടി രക്ഷപ്പെടുത്തണം എന്നാണ്. എങ്കിൽ എന്ത് ശ്രദ്ധിക്കുമ്പോഴാണ്? എന്തെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാലും ഈ കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ നരകത്തിൽ 1-2 ദിവസം എന്നല്ല, കാലാകാലം പോയി കിടക്കേണ്ട കാര്യമാണ്. എന്റെ കുടുംബത്തിന്റെ വിശ്വാസം ഓക്കെയാണോ എന്ന് ചിന്തിക്കണം എന്നാണ്. നോക്കൂ നിങ്ങൾ, മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മരണവേളയിൽ കിടക്കാണ്. ആരാണ് യാക്കൂബ്? ഒരു പ്രവാചകനാണ്. മക്കളാരാ? അടുത്ത പ്രവാചകന്മാരാണ്. മരണമാസന്നനായി കിടക്കുന്ന യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കളെ അരികത്ത് വിളിച്ചുകൊണ്ട് പറയുന്നൊരു വാക്ക് സൂറത്തുൽ ബഖറയിൽ നമുക്ക് കാണാൻ കഴിയും. എന്താ പറയുന്നത്? ഇത് ഖാല ലിബനീഹി മാ തഅബുദൂന മിൻ ബഅദി. അല്ലയോ മക്കളെ, എന്റെ ഈ കണ്ണടഞ്ഞു കഴിഞ്ഞാൽ എന്റെ കാലശേഷം നിങ്ങൾ ആരെയാണ് വിളിച്ച് ആരാധിക്കുക എന്നതാണ്. അവർക്കൊരു സംശയമല്ല, അല്ലാഹ് അല്ലാതെ വേറൊരു പടപ്പിലേക്കും പോകില്ലെന്ന് സംശയമല്ല. പക്ഷെ ഇതൊരു ഉറപ്പുവരുത്തല പ്രിയപ്പെട്ടവരെ, ഒരു ഉറപ്പുവരുത്തല. ഒരു പ്രവാചകൻ പോലും തന്റെ അവസാനത്തെ സമയത്ത് പോലും കുടുംബത്തിന്റെ വിശ്വാസരംഗം എന്താണെന്ന് ഉറപ്പുവരുത്തുന്നിടത്ത് നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഒരു ബഹുമത സമൂഹത്തിലേക്ക് ജീവിച്ചു കൊണ്ടിരിക്കുന്നവരാ പ്രിയപ്പെട്ടവരെ നമ്മൾ. ഇന്നലെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വെറുപ്പുള്ള ശിർക്ക് അരങ്ങേറിയ ദിവസമായിരുന്നു. എത്ര കുടുംബനാഥന്മാർക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? മക്കൾ ആ അഖീദ വിട്ട്, ആ വിശ്വാസം വിട്ട് മുന്നോട്ട് പോയോ ഇല്ലയോ എന്ന് എത്ര പേർക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും? തോറ്റുപോയോ ഇന്നലെ നമ്മൾ? നല്ലോണം ആലോചിക്കണം എന്നാ പറയുള്ളത്. അതുകൊണ്ടേ നമ്മുടെ കൈകളിൽ പടച്ചറബ് തന്നിട്ടുള്ള മക്കളെയും നമ്മുടെ കൈകളിൽ ഏൽപ്പിച്ച ഭാര്യയെയും നമ്മുടെ ചെലവിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളും ഒക്കെ വിശ്വാസത്തിന്റെ തണലിലാണ് എന്ന് ഉറപ്പുവരുത്താൻ ഒരു കുടുംബനാഥനക്ക് കഴിയണമെന്നാണ് ഒന്നാമതായിക്കൊണ്ട് ശ്രദ്ധിക്കാണ്. കുടുംബത്തെ പോറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ഭക്ഷണവും അതേപോലെ തന്നെ പാർപ്പിടവും മറ്റു ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക മാത്രമല്ല. ആളുകൾക്ക് അതാണ് ധാരണ. അനക്ക് തിന്നാൻ കിട്ടില്ലേ എന്നാ ചോദിക്കാം, അനക്ക് എന്തിന്റെ കുറവാന്നാ ചോദിക്കാം, അനക്ക് പെരുന്നാളിൽ ഡ്രസ് ഇട്ടിരുന്നില്ലേ അല്ലേ, അനക്ക് സഞ്ചരിക്കാൻ വാഹനം റെഡിയല്ലേ, കയറി കിടക്കാൻ വീടില്ലേ, ഞങ്ങൾക്ക് എന്താ വേണ്ടതാണ്? അതൊക്കെ വേണം, അതൊരു ഭാഗത്ത് വേണം. പക്ഷെ അതിനേക്കാൾ മുൻപ് ഉറപ്പുവരുത്തേണ്ട കാര്യമാണ് ഒരു കുടുംബനാഥൻ വിശ്വാസം എന്ന് വിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കി. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? കുടുംബത്തിലെ എല്ലാ ആളുകളും, സുഹൃത്തുക്കളെ, നിസ്കാരത്തിന്റെ ഏരിയ ക്ലിയർ ആണെന്ന് ഉറപ്പുവരുത്തിയ ഒരു കുടുംബനാഥൻ ശ്രദ്ധിക്കണം എന്നാണ്. ആരാ പറഞ്ഞേ? റഹ്മാനായ റബ്ബ് പറയാ, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ. അല്ലാഹ് പറയാണ്, ഇന്റെ കുടുംബത്തോടെ നിസ്കാരത്തെ കൊണ്ട് കൽപ്പിക്കണം എന്നാണ്. നിസ്കാരത്തെ കൊണ്ട് കൽപ്പിക്കുമ്പോ നിസ്കാരത്തിന്റെ വിഷയത്തിൽ നല്ലോണം സ്വബർ കാണിക്കേണ്ടി വരും. അതും വേണമെന്നാ പറഞ്ഞു. മക്കളൊക്കെ ആ നിലക്ക് ട്രെയിൻ ചെയ്തെടുക്കും. മുറു അബ്നാഅക്കും വഹും മുറു ഔലാദക്കും ബിസ്സലാ വഹും അബ്നാഉ സബഹ്. 7 വയസ്സായാൽ തുടങ്ങണം എന്നാണ് ട്രെയിനിങ്. മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഏറ്റവും മനോഹരമായ ക്വാളിറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ എന്താ ആദ്യം പറഞ്ഞറിയോ? വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാ. അദ്ദേഹം തന്റെ കുടുംബത്തെ നിസ്കാരം കൊണ്ട് കൽപ്പിച്ച ആളായിരുന്നു. അവരൊക്കെ തുടങ്ങിയത് അവിടുന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കൽപ്പിച്ചാൽ മാത്രം പോരാ, നമ്മളായിരിക്കണം നമ്മുടെ വീട്ടിലെ ഒന്നാമത്തെ മുഅദ്ദിൻ. നമ്മളായിരിക്കണം നമ്മുടെ വീട്ടിലെ ഇമാം. നമ്മളെ കണ്ടിട്ടായിരിക്കണം നമ്മുടെ മക്കൾ നിസ്കാരം തുടങ്ങേണ്ടത് അല്ലെ. കൽപ്പിച്ചാൽ മാത്രം പോരാ, നമ്മൾ ആ വിഷയത്തിൽ കണിശത പാലിക്കുന്ന നമ്മുടെ മക്കൾ കാണണം. കുടുംബത്തിലെ ഓരോരുത്തരും കാണണം.
സുബഹിക്ക് മുമ്പേ ഉണരുന്ന പ്രകൃതക്കാരനായിക്കൊണ്ട് നമുക്ക് മാറാൻ കഴിയണം. കുടുംബനാഥന്മാർക്ക് ബാക്കിയുള്ളവർക്ക് മാതൃക കാണിച്ചു കൊടുക്കാൻ കഴിയണം നിസ്കാരത്തിന്റെ വിഷയത്തിൽ. ഇപ്പാനെ കിട്ടൂല, എന്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്താലും ഇപ്പാനെ ആ നിസ്കാരത്തിന്റെ വിഷയത്തിൽ അഡ്ജസ്റ്റ്മെന്റ് വാപ്പാനെ കിട്ടൂല എന്നാണ്. അതൊരു കുടുംബം നമ്മളെ കുറിച്ച് പറയാൻ വേണ്ടിയുണ്ട് പറയണമെന്നല്ല പറഞ്ഞത്. പക്ഷെ നമ്മൾ അങ്ങനെ ആകുമ്പോൾ കിട്ടുന്നതാണ്. അത് കണ്ടിട്ടാണ് നമ്മുടെ മക്കൾ പ്രിയപ്പെട്ടവരെ വളരേണ്ടത് എന്നാണ്. അലി റളിയല്ലാഹുവിനെ കുറിച്ച് പറയുന്നുണ്ട്, ഫജ്റിന് മുൻപേ അലി റളിയല്ലാഹു കുടുംബത്തിലെ എല്ലാ ആളുകളെയും വിളിക്കുന്നുണ്ട്. അസ്സലാത്ത് നിസ്കാരമായതാണ്, എണീറ്റോന്നാണ്. അലി റളിയല്ലാഹു അവിടുത്തെ കുടുംബത്തിൽ ഒന്നാമത്തെ അത് നമ്മൾ മനസ്സിലാക്കുക. മൂന്നാമത്തെ കാര്യം എന്താ സുഹൃത്തുക്കളെ, നമ്മൾ എന്തായിരുന്നാലും കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നുണ്ട്. അള്ളാഹു നമുക്ക് മരണം വരെ കുടുംബത്തെ പോറ്റുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. പക്ഷെ പോറ്റിയ മാത്രം പോരെ സുഹൃത്തുക്കളെ, പോറ്റുന്നത് ഹലാലായിരിക്കണം എന്നാണ്. കുറെ കൊണ്ട് മറിച്ചുകൊണ്ട് കാര്യമില്ല, ഇത്ര പോകുന്ന സംഗതി കൊണ്ടുവരികയാണെങ്കിൽ അത് ഹലാലായിരിക്കണം എന്നാണ് പറയാനുള്ളത്. കുടുംബത്തിനെ പോറ്റുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ കാര്യങ്ങള് നമ്മളൊക്കെ സാധാരണ പറയാറുണ്ടല്ലോ, എത്ര കാലമായി ഞാൻ അധ്വാനിക്കുന്നു. പല ആളുകളും പറയുന്ന പരിവട്ടാണെന്ത്, കുറെ കാലമായി ഞാൻ അധ്വാനിക്കുന്നു, ഒന്നും നേടിയില്ല എന്നാ പറയാം. പ്രത്യേകിച്ച് ഒന്നും നേടിയില്ല. കുടുംബം ഇങ്ങനെ മാനയെ കൊണ്ട് കഴിഞ്ഞുപോയി, കയ്യിലൊന്നും ഇല്ലാന്നാണ് സുഹൃത്തെ. കയ്യിലൊന്നും ഉണ്ടാവൂല, പക്ഷെ അള്ളാന്റെ അരികിൽ അതൊക്കെ ഉണ്ട്. കാരണം എന്താ പറയുക, കുടുംബത്തിന് വേണ്ടി നമ്മൾ ചെലവാക്കിയ ഒരു ഉറുപ്പ്യ ഉണ്ടല്ലോ, ഒരു ഉറുപ്പ്യ, ആ ഒരു ഉറുപ്പിനെ കുറിച്ച് അള്ളാന്റെ റസൂൽ പറയും, അഫ്ളലു ദീനാരിൻ യുൻഫിഖുഹു റജുലു ദീനാറുൻ യുൻഫിഖുഹു അലാ അയാലിഹി. അള്ളാന്റെ റസൂൽ പറയും, മനുഷ്യൻ ചെലവാക്കുന്ന ദീനാറിൽ ഏറ്റവും ഉത്കൃഷ്ടമായ ദീനാറ് തന്റെ കുടുംബത്തെ പോറ്റാൻ വേണ്ടി നിർവഹിച്ച ദീനാറാണെന്നാണ്. അള്ളാന്റെ റസൂൽ പറയാണ്, ഇദാ അൻഫഖ റജുലു അലാ അഹ്ലിഹി നഫഖതൻ വഹുവ യഹ്തസിബുഹാ. ഒരു മനുഷ്യൻ കുടുംബത്തിന് വേണ്ടി ചെലവാക്കുന്നു, ആ മനുഷ്യൻ എന്ത് കൂലി ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എന്തായിരുന്നാലും ചെലവാക്കുകയാണല്ലോ, പടച്ചോൻ ഇതിഎനിക്ക് സ്വതക്കന്റെ കൂലി കിട്ടണേ എന്നൊരു നെയ്യത്തോടു കൂടിയാണ് ചെലവാക്കുന്നതെങ്കിൽ അതെവിടെയും പോകില്ല എന്നാണ്. അതെവിടെയും പോകില്ല, നമ്മൾ എന്തായിരുന്നാലും ചെലവാക്കണം, നിർബന്ധമാണ്. പക്ഷെ നിർബന്ധമായ ചെലവാക്കലിന് പോലും എക്സ്ട്രാ ബോണസ് കയറുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതൊക്കെ ഏത് പൈസ ചെലവാക്കിയെന്ന് കിട്ടുക, അധ്വാനം ഹലാലായെങ്കിലേ സുഹൃത്തുക്കളെ കിട്ടുള്ളൂ. അധ്വാനം ഹലാലായെങ്കിലേ കിട്ടുള്ളൂ. അധ്വാനം ഹലാലായില്ലെങ്കിൽ ഇപ്പൊ എന്താ ഉണ്ടാകുക, ബറക്കത്ത് ഫുള്ള് അങ്ങോട്ട് പോകും. ബറക്കത്തില്ലാത്ത മുതല് കുട്ടികളെയും മക്കളെയും തീറ്റിച്ചിട്ട് ഐറ്റികൾ നന്നാകണമെന്ന് ആഗ്രഹിക്കുന്നിടത്ത് വല്ല കഴമ്പുണ്ടോ കൂട്ടരെ? ആലോചിക്കും. കൊണ്ടുകൊടുക്കണ മുഴുവനും ഹറാമാണ്, തട്ടിപ്പും വെട്ടിപ്പും അതേപോലെ തന്നെ ചതിയും വഞ്ചനയും. എങ്ങനെയെങ്കിലും 4 ക്യാഷ് ഉണ്ടാക്കിയിട്ട് കുടുംബത്തെ പുലർത്തുന്ന വലിയ സംഭവമൊന്നല്ല. അതിലൂടെ കൊണ്ടുപോയി കൊടുത്തിട്ട് കുട്ടികളെ നേരായില്ല, മറ്റാൾ ഒളിച്ചോടിപ്പോയി, ഓനെ കൊണ്ടൊരു ഉപകാരം ഉണ്ടായില്ല എന്ന് നേലോടിച്ചിട്ട് കാര്യമില്ല കൂട്ടരെ. കൊണ്ടുപോയി കൊടുക്കണതേ അത് ഹലാലായിരിക്കണം എന്നാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതിലെ ബറക്കത്ത് ഉണ്ടാകുള്ളൂ. അത് ഒരുപാടൊന്നും വേണ്ടി വരില്ല, അത് കുറച്ചാണെങ്കിലും അത് ഉള്ളതാണെന്നുണ്ടെങ്കിലും അന്ത്യോളം അധ്വാനിച്ചു, ഇത്ര പാക്ക് കിട്ടിയുള്ളൂ, ആ പാക്ക് കിട്ടുള്ളൂ, ഇന്ന് എന്റെ കുട്ടികൾ അതുകൊണ്ട് തൃപ്തിപ്പെടണമെന്ന് പറഞ്ഞാലേ ആ കഞ്ഞിയും പയറും ആണെങ്കിലേ അതിലൊരു ബറക്കത്തുണ്ട് കൂട്ടരെ, അതിലൊരു ബറക്കത്തുണ്ട്. അത് തിന്നു വളർന്നൊരു കുട്ടി നമുക്ക് നഷ്ടപ്പെടില്ലെന്നാ പറയാനുള്ളത്. അതുകൊണ്ട് കുടുംബനാഥന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് ഹലാലിലൂടെ മാത്രം സമ്പാദിക്കുക എന്നുള്ളത്. മറ്റൊന്നാണ്, നമ്മുടെ കീഴിലുള്ള ആളുകൾക്ക് അളവില്ലാതെ സ്നേഹിക്കാൻ കഴിയുക എന്നുള്ളത് തന്നെയാണ്. സ്നേഹവും കാരുണ്യവും ഉള്ളിൽ കൊണ്ടുനടക്കുക എന്നുള്ളതല്ല, പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. ആ വാക്കിനടുത്ത് ചൊല്ലി മനസ്സിനെ കൊത്തിച്ചോളി. സാധാരണ പറയും വാപ്പക്ക് ഭയങ്കര സ്നേഹ, മുപ്പരി കാണുന്ന പോലെ ഉള്ളിൽ ഭയങ്കര സ്നേഹ. ഉള്ളിൽ ഇങ്ങനെ പൊന്നിച്ചിട്ട് എടുക്കുക, മരിച്ചോമ്പോ കൊണ്ടാളതാ. പ്രിയപ്പെട്ടവരെ, അത് പ്രകടിപ്പിക്കാൻ കഴിയണമെന്നാണ്. പ്രകടിപ്പിക്കാൻ കഴിയണം. ഭാര്യയോടുള്ള സ്നേഹം അല്ലാഹുവിന്റെ റസൂല് പ്രകടിപ്പിച്ചു അല്ലേ? കഴിഞ്ഞ ചില ഖുത്ബകളിൽ നമ്മൾ സൂചിപ്പിച്ചു. ഹുമൈറ എന്നാണ് വിളിച്ചത്, പേര് പോലും അല്ല, ഓമനപ്പേരാ വിളിച്ചിരുന്നത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യയോട് സ്നേഹത്തിൽ വർത്തിക്കാൻ നമുക്ക് കഴിയണം. നിങ്ങളെ കൂട്ടത്തിൽ ആരാ ഉത്തമൻ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വീട്ടിലോട് മാന്യം കൊണ്ട് പെരുമാറുന്നവനാ. ഖിയാറുക്കും ഖിയാറുക്കും ലിനിസാഇക്കും. നിങ്ങളെ വിശ്വസിച്ചുകൊണ്ട് ഇറങ്ങി പിന്നിൽ വന്ന നിങ്ങളുടെ ഭാര്യയോട് മാന്യമായി കൊണ്ട് പെരുമാറാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? അവളിലൂടെ റഹ്മാനായ റബ്ബ് നിങ്ങൾക്ക് നൽകിയ മക്കളോട് ഏറ്റവും മാന്യമായി കൊണ്ട് പെരുമാറാൻ നിങ്ങൾക്ക് കഴിയോ? നിങ്ങൾ തന്നെയാണ് ഉത്തമനെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അങ്ങനെയാണോ നമ്മൾ ആത്മാർത്ഥമായി കൊണ്ട് ആലോചിക്കുന്ന സുഹൃത്തുക്കളെ? അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ കീഴിൽ ഇങ്ങനെ ജീവിച്ചു വന്ന ഭാര്യയുടെ നന്മകൾ പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് കഴിയണം. തെറ്റുകൾ തിരുത്തി കൊടുക്കാൻ കഴിയണം, വിട്ടുകൊടുക്കാൻ കഴിയണം. പ്രയാസങ്ങളൊന്നും കണ്ടറിയാൻ ശ്രമിക്കണം. അവൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ എന്റെ കാര്യം മാത്രം നടക്കും, എന്റെ വാപ്പാന്റെ കാര്യം മാത്രം നടക്കും, ഉമ്മാന്റെ കാര്യം മാത്രം നടന്നാൽ മതി എന്ന ഒരു സ്വാർത്ഥത ഉണ്ടാകാൻ പാടില്ല. അവൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ കണ്ടറിയാൻ നമുക്ക് കഴിയണം. വിശദമായി കൊണ്ട് കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ സൂചിപ്പിച്ചു അല്ലേ? മക്കളോട് പ്രിയപ്പെട്ടവരെ സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയണം. ചെറുപ്പം മുതൽ ഇസ്ലാമിന്റെ തർബിയത്ത് കൊടുക്കാൻ കഴിയണം. ഇസ്ലാമിന്റെ മര്യാദകൾ നമ്മുടെ മക്കളിൽ നട്ട് വളർത്തി നനച്ച് വലുതാക്കാൻ കഴിയണം. അതൊക്കെ വല്ലാത്ത ഇൻവെസ്റ്റ്മെന്റാ സുഹൃത്തുക്കളെ, അതൊക്കെ വല്ലാത്ത നീക്കിയിരിപ്പാണ്.
നമ്മളെ കുട്ടിനെ ഒരാളിങ്ങനെ വരുമ്പോ അവനോട് സലാം പറയാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലേ ആ ഒരു സലാം പറയുമ്പോ 10 കൂലി എന്ന് പറഞ്ഞല്ലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയുമ്പോ പറയുന്ന ആൾക്ക് 30 കൂലി കിട്ടുന്ന അല്ലാഹു റസൂൽ പഠിപ്പിച്ചില്ലേ? അത് ഞാനും കൂടെ നമ്മളെ മക്കളെ പഠിപ്പിച്ചതെങ്കിൽ ആ കുട്ടി ആ കാലാകാലം പറയുന്ന സലാമിന്റെ 30 ഓഹരി അവന് മാത്രമല്ല, പള്ളിക്കാട്ടിൽ അന്തി ഉറങ്ങുന്ന നമ്മുടെ ഖബറിലേക്കും എത്തുമെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, മക്കളെ അദബ് പഠിപ്പിക്കുക, മര്യാദകൾ പഠിപ്പിക്കുക, ഇസ്ലാം പറഞ്ഞ റൂട്ടിലൂടെ കൊണ്ടുവരാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പെരുമാറ്റം മക്കൾക്ക് ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പെരുമാറ്റമാണ്. മക്കളും മുണ്ടണില്ല, വാപ്പിയും മുണ്ടണില്ല, ഉമ്മയും മുണ്ടണില്ല, ഒക്കെ ഓരോ മൊബൈലിൽ ഇങ്ങനെ തലയും കത്തൂങ്ങാക്കിയിട്ട് ഓരോ ഭാഗത്തും ഇരിക്കുക. പിന്നെങ്ങനെ നടക്കുക? പിന്നെങ്ങനെ കാര്യങ്ങൾ നടക്കുക? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വീട്ടിന്റെ ഉള്ളിൽ സംസാരങ്ങൾ നടക്കണം. മൊബൈൽ ഉപയോഗിക്കേണ്ടെന്നല്ല, അതിനൊക്കെ കുറച്ച് സമയങ്ങളുണ്ട്. അതിനപ്പുറത്തേക്ക് തുറന്ന് സംസാരങ്ങൾ നടക്കാൻ ആര് നേതൃത്വം കൊടുക്കണം? അങ്ങോട്ടും ഇങ്ങോട്ടും പഴി പറയല്ല, കുടുംബനാഥൻ നേതൃത്വം കൊടുക്കണം. അവനക്കാണ് അതിന്റെ ഉത്തരവാദിത്തം. എന്തെങ്കിലും തെറ്റുകൾ മക്കൾ കണ്ടാൽ സ്നേഹത്തോടുകൂടെ തിരുത്താൻ കഴിയണം, അവർക്ക് സമയം കൊടുക്കാൻ കഴിയണം. ആന കളിച്ച റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലിനേക്കാളും വലിയ തിരക്കുള്ളവരൊന്നല്ല ഞാനും നിങ്ങളും, അല്ലേ? പേരക്കുട്ടികളുടെ കൂടെ ആന കളിക്കുന്ന അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമുക്ക് മാതൃകയില്ലേ കൂട്ടരെ? അതുകൊണ്ട് സമയം കൊടുക്കാൻ നമുക്ക് കഴിയണം. മറ്റൊന്ന്, മക്കൾ അധികമുണ്ടെങ്കിൽ അവർക്കിടയിൽ അനീതി കാണിക്കരുത് എന്നാണ്. ഒരു കുടുംബനാഥന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണത്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ 2 കുട്ടികളിൽ ഒരു പിതാവ് ഒരു കുട്ടിക്ക് സമ്മാനം കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ചോദ്യം, എന്റെ മറ്റു കുട്ടി കൊടുത്തോ? ഇല്ല എന്നാണ്. ഇത് തിരിച്ചു വാങ്ങിപ്പിച്ചു. അങ്ങോട്ട് കൊടുക്കുക, 2 ആൾക്കും കൊടുക്കുന്നതാണ്, അല്ലേ? 2 ആൾക്കും കൂടെ. അത് ഒരു കുട്ടിനെ മാത്രം ചുംബിക്കുക, മറ്റു കുട്ടിന്റെ മുമ്പിൽ വെച്ച് പറ്റൂല എന്നാണ്. അതിൽ പോലും നീതി കാണിക്കണം എന്നാണ്. സ്വാഭാവികമായിക്കൊണ്ടും ഉള്ളിൽ ഒരു കുട്ടിനെ കൂടെ കൂടുതൽ ഇഷ്ടമൊക്കെ ഉണ്ടാവും, ഒക്കെ ശരിയാണ്. പക്ഷെ പ്രകടിപ്പിക്കുന്നിടത്ത് തുല്യത വേണം. നഊദു ബില്ലാഹ്. ചില മക്കളുടെയൊക്കെ കാലാകാലം ശാപം കിട്ടാൻ മാത്രമുള്ള തെറ്റുകളാണ് അനന്തര സ്വത്ത് വീതം വെക്കുന്നിടത്ത് പല മാതാപിതാക്കളും ചെയ്യാറുള്ളത്. ചെറിയ എന്തൊരു വാക്കോ അങ്ങോട്ടോ താത്തകർക്കൊക്കെ ഉണ്ടാകും. അവൻക്ക് കിട്ടേണ്ട ഹക്കുകൾ കൊടുക്കാതെ തടഞ്ഞു വെക്കുന്ന മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, പരലോകത്തെ വിചാരണ കടുപ്പമുള്ളതായിരിക്കും. അത് മതിയാകും. ഒരു പക്ഷേ ആ പരലോകം നഷ്ടപ്പെടാൻ ശ്രദ്ധിക്കണമെന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഒരു തള്ളക്കോഴി എടുക്കുന്നൊരു പണിയുണ്ട്. എന്താ? ഒരു ശത്രുവിന്റെ സൗണ്ട് കേൾക്കുമ്പോഴേക്കും ആ ചിറകങ്ങ് വിരിക്കും, മക്കൾ ഓടി അണയും, മക്കളെ ഭദ്രമായി എടുത്തു വെക്കും, അല്ലേ? അതാണ് ഒരു കുടുംബനാഥന്റെ ഉപമ. എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ കഴിയണം, മക്കളെ ആ നിലക്ക് കൊണ്ടുനടക്കാൻ നമുക്ക് കഴിയണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊന്ന്, ഒരു കുടുംബനാഥന്റെ ഗട്സ് തെറ്റുകളോട് പച്ചക്കൊടി വീശാൻ പാടില്ല എന്നാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയാ, നാളെ പരലോകത്ത് ചില ആളുകൾ വരും, സലാസത്തും ലാ യൻദുറുല്ലാഹു അസ്സ വജല്ല ഇലൈഹിം യൗമൽ ഖിയാമ. നാളെ പരലോകത്തെ അവരിലേക്ക് നോക്കുന്നില്ല എന്നാണ്. അല്ലാഹു കരുണയുടെ നോട്ടം പോലും നോക്കൂല, മൈൻഡാക്കൂലാന്ന്. ആരറിയോ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒന്ന് മാതാപിതാക്കളെ ദ്രോഹിച്ചവർ, പിന്നെ പുറത്തിങ്ങനെ ലഗാനില്ലാതെ കറങ്ങി നടന്ന പെണ്ണുങ്ങൾ, ആരോടാ സംസാരിക്കണം, ആരോടാ എന്താ ചെയ്യണം ഒന്നും അറിയാതെ അങ്ങനെ നടന്ന്, പിന്നെ ആരാ? കുടുംബത്തെ തെറ്റുകൾ കണ്ടിട്ടും അതിന് വിലക്കാതിരുന്നവർ. തന്റെ കീഴിലുള്ള ആളുകൾ തെറ്റുകൾ ചെയ്യുന്നത് യഥേഷ്ടം കണ്ടിട്ടും മൗനാനുവാദം കൊടുത്ത കുടുംബനാഥനുണ്ടോ? അള്ളാന്റെ റസൂല് പറയാ, അവർക്ക് നാളെ പരലോകത്ത് അള്ളാന്റെ തിരുനോട്ടം പോലും ഇല്ല എന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നല്ലോണം ആലോചിക്കുക. ചില ആളുകളൊക്കെ മക്കളുടെ കയറൂരി വിട്ടുക, ചില പെൺകുട്ടികളെ കണ്ട് ഊരി വിട്ടുക. നിങ്ങളൊന്ന് ആലോചിക്കും കൂട്ടരെ, നമ്മൾ ഈ അങ്ങാടിക്കൊക്കെ ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴേ കുറെ എണ്ണത്തിന് നമ്മൾ ഇതിനെ കാണുക. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിന് തീർത്തും വിരുദ്ധമായി നടക്കുന്ന ചില തട്ടമിട്ട സഹോദരിമാർ, മറ്റുള്ളവരെ ആകർഷിക്കും വിധത്തിൽ പോകരുതേ എന്ന് പറഞ്ഞതിന് പുല്ലുവില കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ആരാ ആ ഡ്രസ് എടുത്തു കൊടുത്തത്? ആരാ അതിനുള്ള അനുവാദം കൊടുത്തത്? ആരാ ആ കുട്ടി ഇങ്ങനെ രാവിലെ ഇങ്ങനെ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നവളല്ലേ? ഒരു വാപ്പാന്റെ ഉമ്മാന്റെ മുമ്പിലൂടെ കടന്നു പോയവളല്ലേ? പറ്റൂല മോളെ, ഇതൊന്നും പറയാൻ കഴിയാത്ത ഉമ്മമാരെ, ഉപ്പമാരെ, കുടുംബനാഥന്മാരെ, നിങ്ങൾക്കുള്ളതല്ല സ്വർഗം. ആലോചിക്കുക, വളരെ ഗൗരവത്തിൽ ചിന്തിക്കുക. ഒരു തെറ്റും എന്റെ പെർമിഷനോട് കൂടെ ചെയ്യില്ല എന്ന് ഉറപ്പിക്കാൻ കഴിയണം. ഞാൻ ചെലവിന് തരുന്നുണ്ടെങ്കിൽ അത് അള്ളാന്റെ റസൂൽ പറഞ്ഞ വസ്ത്രം, ഞാൻ ചെലവിന് തരുന്നുണ്ടെങ്കിൽ അത് ഇന്ന രൂപത്തിൽ. അതൊരു ബഹിഷ്കരണത്തിന്റെ ഒരു കമാൻഡിങ് പവറിലൂടെ ഒന്നല്ല, ബോധ്യപ്പെടുത്തലിലൂടെ അവരിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയണം. അവിടെ വിജയിക്കാൻ ഒരു കുടുംബനാഥനക്ക് കഴിയണം. മറ്റൊരു പ്രധാനപ്പെട്ട ക്വാളിറ്റി കൂടിയാലോചിക്കുക എന്നുള്ളതാണ്.
ചില ആളുകൾക്ക് വിചാരിച്ചെന്താ അറിയുങ്ങള്, ഞാൻ നടത്തും, എനിക്കറിയാം, ഞാനാ നയിക്കണത്, എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്. ആയിക്കോട്ടെ സുഹൃത്തെ, ആയിക്കോട്ടെ, നീ തന്നെയാണ് നയിക്കുന്നത്. കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന വരുമാനം കണ്ടെത്തുക എന്നുള്ളത് നീ ചെയ്യുന്നതാണെങ്കിലും അതിനുള്ള തൗഫീക്ക് നൽകിയത് റഹ്മാനായ റബ്ബാണ്, അതിനുള്ള ആഫിയത്ത് നൽകിയത് റബ്ബാണ്, റിസ്കിന്റെ മാർഗങ്ങൾ ശരിയാക്കുന്ന റബ്ബാണ്. അതുകൊണ്ട് വലിയ അഹങ്കാരത്തിന് ധ്വനിയൊന്നും അതിൽ വേണ്ട. നിന്നെ പോലെ തന്നെ കുടുംബത്തിൽ മറ്റൊരു ഭാരം ചുമക്കുന്നവളാണ് നിന്റെ ഭാര്യ. നിങ്ങളെല്ലാവരെയും നന്നായി കൊണ്ട് പരിചരിക്കേണ്ടവരാണ് വളർന്നു വരുന്ന മക്കൾ. അതുകൊണ്ട് ആ അഹങ്കാരത്തിന് ധ്വനിക്കൊണ്ട് വിടുക, കൂടിയാലോചിക്കുക. ഒരു കുടുംബനാഥന്റെ വല്ലാത്ത സ്വഭാവ ഗുണമാണ് കൂടിയാലോചിക്കുക എന്നുള്ളതാണ്. എല്ലാം സ്വന്തമായി കൊണ്ട് സ്വീപ്പിന് പറയാതിരിക്കുക, അവരോടും കൂടി ഇരിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കി, ആ ഒരു സദസ്സിന് നിങ്ങളൊന്നും മനസ്സിൽ കണ്ടോക്കി നോക്കി. കുട്ടിയെ വാപ്പിയും മക്കളും കുട്ടികളൊക്കെ ഇങ്ങനെ ഇരിക്കുക, എന്നിട്ട് ഓരോ വിഷയം ഉണ്ടാവും, ഇങ്ങനെ പറയടാ, എനിക്ക് എന്താ പറയാനുള്ളത്. ചെറിയ കുട്ടിയെ പോലെ നമ്മൾ പരിഗണിച്ചു നോക്കി. നിങ്ങള് ആ ഒരു സ്വഭാവ ഗുണം അവൻ നമ്മളാ വളർത്തിയത്. നാളെ അവനൊരു ഫാമിലി ആയിക്കൊണ്ട് മാറുമ്പോ എന്റെ ഉപ്പച്ചി എനിക്ക് കൈമാറിയ സ്വഭാവ ഗുണം അവൻ അവന്റെ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോ അന്ന് നമ്മൾ അസ്ഥികൂടമായി മാറിയിട്ടുണ്ടാവും, മണ്ണിന്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ കിട്ടൂലേ നമുക്ക് ആ നന്മകളെല്ലാം? ഉറച്ചു വിശ്വസിക്കുന്നവരല്ലേ പ്രിയപ്പെട്ടവരെ നമ്മൾ. അതുകൊണ്ട് കുടുംബത്തെ നമ്മുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ, കൂടിയാലോചിക്കുവാനുള്ള ഒരു സമയം നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ ഒന്ന് കേട്ടാളി. കുടുംബനാഥന്മാരെ, നമ്മുടെ കുടുംബത്തിൽ പല ആൾക്കും പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതൊന്ന് കേട്ടുകൊടുക്കുക. എല്ലാം പരിഹരിക്കാൻ കഴിഞ്ഞൊന്നും ഉണ്ടാവില്ല, എന്നാണല്ലോ ആ കേട്ടുകൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടല്ലോ, അത് നമ്മളെ വല്ലാത്തൊരു മനസ്സ്, വല്ലാത്തൊരു സ്ഥാനം അവരുടെ മനസ്സിന് കിട്ടുതരും. ഈ പറയണ അനക്ക് എന്താ പ്രശ്നം, പിജിനത്ത് പറയും എന്ന് പറയുന്ന തൊള്ള തുറന്ന് സംസാരിക്കുന്ന വാപ്പാനെ കണ്ടോക്കിങ്ങള്. ആ കുട്ടികളൊക്കെ വേറെ ആരത്തിൽ പോവോ കൂട്ടരെ? ഒരു പെൺകുട്ടി അങ്ങനെ സ്നേഹനിധിയായ ഒരു വാപ്പാനും ഉമ്മാനും വിട്ടും കണ്ടു പോകുന്നത് തോന്നുന്നുണ്ടോ? ഇല്ല. കൊടുക്കേണ്ടത് കൊടുക്കാത്തത് കൊണ്ടാണോ ഇതൊക്കെ നടന്നത് എന്ന് നല്ലോണം ആലോചിച്ചോളി. അതുകൊണ്ട് കുടുംബത്തിൽ എപ്പോഴും ഒരു കൂടിയാലോചന വേണമെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുക. മറ്റൊന്ന്, കുടുംബത്തിന് കാവലാവുക എന്നതാണ്. തിന്മകൾ കുടുംബത്തിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട് കൂട്ടരെ. ഈ മനോഹരമായ കുടുംബ സംവിധാനത്തെ തകർക്കുവാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ ലിബറൽ ആശയങ്ങളുടെ മഴവിൽ നിറങ്ങളിൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ മക്കളെ കാർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പാഠ്യപദ്ധതികളിൽ പോലും കുടുംബ സംവിധാനത്തെ ഒന്നുമല്ലാതാക്കി തീർക്കുന്ന ബോധപൂർവമായ ഇടപെടലുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അധ്യാപകർക്ക് ലഭിക്കുന്ന ട്രെയിനിങ്ങുകളിൽ പോലും ആ നിലക്കുള്ള സംവിധാനങ്ങൾ ഉണ്ടാകുന്നു. വിശിഷ്യ ഇസ്ലാം പ്രതിനിധാനം ചെയ്യുന്ന ഒരു ധാർമ്മിക അതിർവരമ്പുകൾ ലംഘിക്കുന്ന എല്ലാവിധ സംഗതികളും നടക്കുന്നുണ്ട്. ഇതിനെ കണ്ടില്ലെന്ന് നടിച്ചാൽ, അല്ലെങ്കിൽ ഇതൊന്നും കാണാനുള്ള മനസ്സ് നമ്മൾ കാണിച്ചിട്ടില്ല എങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളിൽ ഏൽപ്പിച്ച കുടുംബം നമുക്ക് നഷ്ടമാകും. നഅൂദുബില്ലാ. അതുകൊണ്ട് കുടുംബനാഥൻ ഇത്തരം വിഷയങ്ങളെ കുറിച്ചൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം. കുടുംബത്തിന് കാവലിരിക്കണം. വേണ്ട കാര്യങ്ങൾ വേണ്ടതുപോലെ പറഞ്ഞു കൊടുക്കണം, ബോധ്യപ്പെടുത്തി കൊടുക്കണം. ചർച്ചകൾ ബോധപൂർവ്വം സൃഷ്ടിക്കണം. അത്തരം വിഷയങ്ങൾ പഠിപ്പിക്കുന്ന സദസ്സുകൾ നമ്മുടെ മക്കളെ പറഞ്ഞയക്കണം. നമ്മളും ഒരുമിച്ചിരിക്കേണ്ട സദസ്സുകൾ ഉണ്ടാകണം. മതമൂല്യങ്ങൾ ഒരുമിച്ച് പകർന്ന് ഒരുപോലെ ഇന്ധനം നിറച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വസ്തഗ്ഫിറു മിൻ കുല്ലി ദം ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഒരു കുടുംബനാഥൻ ശ്രദ്ധിക്കേണ്ട 9ാമത്തെ കാര്യം എന്ന് പറയുന്നത് ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത് തന്നെയാണ്. ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കണം. എന്തിന്? കുടുംബത്തിലേക്ക് നോക്കുമ്പോൾ കൺകുളിർമ കിട്ടാൻ തന്നെയാണ്. ഇബാദുർ റഹ്മാൻ, അള്ളാഹുവിന്റെ അടിമകളുടെ യഥാർത്ഥ ക്വാളിറ്റികൾ പറയുമ്പോൾ അവരിങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണ്. വല്ലദീന യഖൂലൂൻ, അവരിങ്ങനെ പ്രാർത്ഥിക്കുന്നവരാ. എന്താ? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. എന്തൊരു മനോഹരമായ പ്രാർത്ഥന വെച്ചു. അല്ലാഹുവേ, ഞങ്ങളുടെ ഇണകളിലും സന്താനങ്ങളിലും നീ കൺകുളിർമ ഉണ്ടാക്കണേ. ഞങ്ങളെ മുത്തഖീങ്ങൾക്ക് നീ ഇമാമുമാരാക്കി മാറ്റണേ. അല്ലേ? കൺകുളിർമ ഉണ്ടാക്കണേ. മക്കൾ നോക്കുമ്പോൾ കൺകുളിർമ, സന്തോഷിക്കാനുള്ള വക കിട്ടുക. ഇണയും തുണയും പരസ്പരം നോക്കുമ്പോ സന്തോഷിക്കാനുള്ള വക ഉണ്ടാകുക. ടെൻഷനുകളല്ല, അല്ലെങ്കിൽ ഒരു ഇടങ്ങറല്ല, ബന്ധപ്പെട്ടല്ലോ എന്ന ചിന്തയിലല്ല, മറിച്ച് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു സന്തോഷം എല്ലാവർക്കും കിട്ടത്തക്ക രൂപത്തിൽ പ്രിയപ്പെട്ടവരുണ്ടാകണം എന്ന് പറയുമ്പോൾ ആ പ്രാർത്ഥന ഏറ്റവും നന്നായി കൊണ്ട് നിർവഹിക്കേണ്ട ആളാരാ? കുടുംബത്തിന്റെ നാഥന മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നു. അല്ലേ? മനോഹരമായ പ്രാർത്ഥനയാണ്. റബ്ബി ഔസിഇനി അൻ അശ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർളാ വഅസ്ലിഹ് ലീ ഫീ ദുർരിയതി. ആ ഉറുമ്പിന്റെ സംസാരം ഇങ്ങനെ കേട്ടിട്ട്
ഉറുമ്പിന്റെ സംസാരം കേട്ട് മനസ്സിലാക്കിയിട്ട് മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പുഞ്ചിരിച്ചിട്ട് മാറി നിന്നിട്ടാണ് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്. പടച്ചോനെ, എനിക്ക് നൽകിയ ഈ ഒരു അനുഗ്രഹം ഉണ്ടല്ലോ, അതിന് ശുക്ർ കാണിക്കാനുള്ള തൗഫീഖ് എനിക്ക് നീ നൽകണേ. എനിക്കൊരു വാപ്പാനിമാനെ തന്നല്ലോ, അതിന് ശുക്ർ കാണിക്കണേ എന്നാണ്. എന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥന ഇങ്ങനെ നീണ്ടു പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, അസ്ലിഹ് ലീ ഫീ ദുർരിയതി, അല്ലാഹുവേ എന്റെ മക്കളെ നീ നന്നാക്കി തരണേ എന്നാണ്. നമ്മുടെ ആദർശ പിതാവ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞില്ലേ, റബ്ബി ജഅൽനി മുഖീമസ്സലാത്ത് വമിൻ ദുർരിയതി, അല്ലാഹുവേ എന്നെ നീ നിസ്കാരം നിലനിർത്തുന്നതിൽ ഉൾപ്പെടുത്തണം, എന്നെ മാത്രമല്ല കേട്ടോ എന്റെ കുട്ടികളിൽ നിന്നാണ്. അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആത്മാർത്ഥമായിക്കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുക. 10ാമത്തെ കാര്യം, വീട് ഈമാനിന്റെ കേന്ദ്രമാക്കാൻ ബോധപൂർവം പരിശ്രമിക്കുക എന്നുള്ളതാണ്. ഈമാനിന്റെ കേന്ദ്രമായ വീട് അത് സ്വർഗത്തിലേക്കുള്ള ഒരു പൂന്തോപ്പാണ്, ദുനിയാവിലെ പൂന്തോപ്പാക്കിക്കൊണ്ട് മാറ്റാൻ പറ്റും. വിശുദ്ധ ഖുർആന്റെ പാരായണം നടക്കണം, അദ്കാറുകൾ നടക്കണം. എന്തിനാ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് നിസ്കാരങ്ങൾ വീട്ടിൽ വെച്ച് നിർവഹിക്കണം പറഞ്ഞത്? ഒരു ബറക്കത്തിനാ കൂട്ടരെ, അതെല്ലാവർക്കും കിട്ടാൻ വേണ്ടിട്ട് തന്നെയാണ്. അതേപോലെ തന്നെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയണം, കളിതമാശകൾ ഉണ്ടാകണം, തുറന്ന് പറച്ചിലുകൾ ഉണ്ടാകണം, അല്ലെ, നസീഹത്തുകൾ കൈമാറണം, തിരുത്താൻ കഴിയണം, മതപരമായ ചർച്ചകൾ നടക്കണം. ഇന്നിപ്പോ നമ്മൾ ഖുത്ബ കേട്ടു, ഇതിന്റെ ഒരു സമ്മറി, ഇതിന്റെ ഒരു വൽഹാസിൽ, ഇതിന്റെ ഒരു സംഗ്രഹം മക്കളുമായി കൂടെ ഷെയർ ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? നിങ്ങൾ എന്ന് കൊടുക്കുന്ന ചെയ്തു വെക്കുന്ന ഏറ്റവും വലിയ സംഭവമായിരിക്കും അത്. കുടുംബനാഥന്മാരെ, നമ്മൾ കേൾക്കുന്ന അറിയുന്ന കാര്യങ്ങൾ നമ്മുടെ കൂടെ സ്വർഗം പങ്കിടണമെന്ന് ആഗ്രഹിക്കാൻ നമ്മുടെ മക്കൾക്കും ഇണകൾക്കും കൊടുക്കാൻ നമുക്ക് കഴിയണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ വീട്ടിൽ അള്ളാഹുവിന്റെ ദീനിനെ പരിചയപ്പെടുത്തുന്ന വിഭവങ്ങൾ ഉണ്ടാകണം, പുസ്തകങ്ങൾ ഉണ്ടാകണം. നമ്മുടെ മൊബൈലുകൾ ചലിക്കേണ്ടത് അള്ളാഹുവിന്റെ ദീനിനെ പരിചയപ്പെടുത്തുന്ന സംസാരങ്ങൾ കൊണ്ടായിരിക്കണം, അല്ലെ? അതൊക്കെ ആലോചിച്ചോളി. ദീനിന്റെ തണലിൽ ജീവിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ടെങ്കിൽ, നമ്മളെ കുടുംബത്തെ ആ ഒരു ദീനിന്റെ തണലിലേക്ക് എത്തിക്കാൻ കുടുംബനാഥന്മാരെ നമുക്ക് കഴിഞ്ഞാൽ, എന്നിട്ടാണ് നമ്മൾ കണ്ണടക്കുന്നതെങ്കിൽ നമുക്ക് സന്തോഷത്തോടുകൂടെ മരിക്കാൻ കഴിയും. കാരണം നമ്മുടെ ജീവിതം അത് അർത്ഥവത്താക്കി മാറ്റാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. വലിയ ശേഷിപ്പുകൾ ബാക്കി വെച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഒരല്പം ശ്രദ്ധയോടുകൂടെ കുടുംബം എന്ന ഉത്തരവാദിത്വത്തെ മനോഹരമായി കൊണ്ടുനടക്കാൻ നമുക്ക് കഴിയണം. ഒരു കുടുംബനാഥൻ നന്നായാൽ ഒരു കുടുംബം നന്നാകും. കുടുംബം നന്നായാൽ ഒരു സമൂഹം നന്നാകും. ഒരു സമൂഹം നന്നല്ലേ പ്രശ്നം, ഒരു കുടുംബം നന്നല്ല എന്ന പ്രശ്നം. കാരണം ഒരു കുടുംബം എന്തുകൊണ്ട് നന്നായില്ല? കുടുംബനാഥൻ നന്നായില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൈകളിൽ റബ്ബ് ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിന്റെ ഘനവും ആഴവും പരപ്പും മനസ്സിലാക്കി, നമ്മുടെ മുമ്പിൽ കണ്ണടച്ച് തുറക്കുമ്പോൾ ചോദിക്കാൻ നിൽക്കുന്ന ചോദ്യത്തിന്റെ ഘനം മനസ്സിലാക്കി നമ്മുടെ ഉത്തരവാദിത്തം മനോഹരമായി കൊണ്ട് നിർവഹിക്കാൻ പ്രതിജ്ഞാബദ്ധരാവുക. ഈ വിഷയത്തിൽ കൂടുതൽ നമ്മൾ പഠിക്കുക, മനസ്സിലാക്കുക. ഒരുമിച്ച് സ്വർഗത്തിൽ പോകണം നമുക്ക്. ദുഖുലുൽ ജന്നത അൻതും വഅസ്വാജുകും തുഹ്ബറൂൻ. നാളെ കേൾക്കണം നമുക്ക് ആ വാക്ക്. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തോടുകൂടെ കൈകൾ പിടിച്ച് സമാധാനത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ആരവത്തോടുകൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു എന്ന വാക്ക് കേൾക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം. റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.